നമസ്കാരം. ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ പല്ലിന്റെ കേടിന്റെ സ്റ്റേജസും ഓരോ സ്റ്റേജിലും ഡോക്ടറെ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്നും എത്ര കോസ്റ്റ് വരുമെന്നും ഓരോ സ്റ്റേജസിൽ എത്ര പ്രാവശ്യം ഡെന്റിസ്റ്റിനെ കാണിക്കേണ്ടി വരുമെന്നും എന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ചെറിയ കേട് വരാൻ സ്റ്റാർട്ട് ചെയ്യും. ചെറിയ ബ്രൗണിഷ് നിറമായിട്ട് തുടങ്ങും അവിടെ കേട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് നാവ് കൊണ്ട് അവിടെ തട്ടിയാൽ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും ചെറിയൊരു ഹോള് വരുന്നുണ്ടല്ലോ എന്ന്. ഈ ഒരു സ്റ്റേജിലാണ് ഡെന്റിസ്റ്റിനെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ അവര് സാധാരണ ഒരു ഫില്ലിങ്ങേ ചെയ്ത് വെക്കുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഉള്ളിലോട്ടൊന്നും എഫക്റ്റ് ആയിട്ടില്ല, പൾപ്പിലേക്കൊന്നും എഫക്റ്റ് ആയിട്ടില്ല. ജസ്റ്റ് ആ ഇനാമലിന്റെ പോർഷനും ചെറിയൊരു ഡെന്റിന്റെ പോർഷൻ എന്ന് വെച്ചാൽ അതിന്റെ ജസ്റ്റ് തൊട്ട് ഉള്ളിലത്തെ പോർഷനും മാത്രമാണ് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർമനന്റ് ഫില്ലിംഗ് ആയിട്ട് സാധാരണ ഒരു 10 മിനിറ്റ് വേണ്ടു അത് ആ ഒരു ഫില്ലിംഗ് ചെയ്ത് അവർ നമുക്ക് തരും. പിന്നെ ഭാവിയിൽ അതിന്റെ ഫില്ലിംഗ് പൊട്ടിയാലേ എന്തെങ്കിലും പിന്നെ കാണിക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലാണ്ട് ഒരു ബുദ്ധിമുട്ടും വരില്ല. സാധാരണ പോലെ നമുക്ക് പല്ല് ഒരു പ്രശ്നം വരില്ല. അപ്പോൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അറൗണ്ട് ഒരു 600-700 റുപ്പീസ് ഒക്കെ ആവാം. പിന്നെ സിംഗിൾ സിറ്റിംഗ് മതി എന്ന് വെച്ചാൽ ഒറ്റ പ്രാവശ്യം പോവുക, ഫില്ല് ചെയ്യുക, തിരിച്ചു വരാം. കാരണം വെച്ചാൽ വേദന കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് ഒരു ചെറിയൊരു ഹോളാണ്, അത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇനി ഈ സമയത്ത് നിങ്ങൾ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഹോളില് ഭക്ഷണം കുടുങ്ങി അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു, നമ്മൾ ബ്രഷ് ചെയ്താലോ ആ ഫുഡൊന്നും അങ്ങ് പോവില്ല. അപ്പോൾ അത് കാരണം തന്നെ ഇൻഫെക്ഷൻ കൂടിയിട്ട് ചെറുതായിട്ട് പല്ല് വേദനിക്കാൻ തുടങ്ങി. അപ്പൊ ഈ സമയത്തെങ്കിലും നിങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ, ചെറുതായിട്ട് വേദന എടുക്കുന്ന സമയത്തെങ്കിലും നിങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയാൽ ചിലപ്പം അവരാദ്യം ടെമ്പററി ഫില്ലിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം വെച്ച് തരും. എന്ന് വെച്ചാൽ ഒരു മരുന്ന് പോലെ മരുന്ന് ആദ്യം വെച്ച് അവിടെ അടച്ചു തരും. അപ്പോൾ അതൊരു 2 ആഴ്ച വരെ നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറയും. എന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഈ 2 ആഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് വേദനയോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ചിലപ്പം RCTയോ അങ്ങനെ ഫർദർ എന്തെങ്കിലും വേറെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറയും. ഇനി വേദനയൊന്നും ഇല്ല, ആ 2 ആഴ്ച നല്ല സ്മൂത്ത് ആയിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ടെമ്പററി എന്ന് വെച്ചാൽ ആദ്യത്തെ ആ മരുന്നിന്റെ ഫില്ലിങ് എടുത്ത് മാറ്റിയിട്ട് പെർമനന്റ് ആയിട്ട് ഫില്ല് ചെയ്ത് തരും. നേരത്തെ പറഞ്ഞ പോലെ പെർമനന്റ് ഫില്ലിങ് പ്രോബ്ലം ഒന്നുമില്ല, സേഫ് ആയിട്ട് പോവാം. ചെറുതായിട്ട് വേദന വരുന്ന സമയത്തും നിങ്ങൾ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ രാത്രി വേദന വരാൻ തുടങ്ങും. രാത്രി എന്ന് പറഞ്ഞാൽ അസഹനീയമായിട്ടുള്ള വേദനയായിരിക്കും, നമുക്ക് തീരെ സഹിക്കാനേ പറ്റില്ല. ആ രീതിയിലുള്ള വേദനയായിരിക്കും. നമുക്ക് ഈ ഭാഗം മുതൽ തല വരെ അങ്ങനെ ഭയങ്കര വേദനയായിരിക്കും. നമുക്ക് കഴിക്കാൻ പറ്റില്ല, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ആ രീതിയിലുള്ള വേദനയായിരിക്കും. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പല്ല് വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഒരു വേദന തന്നെയാണെന്ന്. അനുഭവിച്ചവർക്കേ അത് മനസ്സിലാവുള്ളൂ. രാത്രി വരാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ ഉറപ്പിച്ചോ പൾപ്പിന് നന്നായിട്ട് ഇൻഫെക്ഷൻ തട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയാൽ നമുക്ക് സാധാരണ ഫില്ലിംഗ് ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ പല്ലെടുക്കണം. ഈ 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഇനി ഈ വേദന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, അവിടെ ആ ഒരു പസ് പുറത്ത് പോവാൻ എന്തെങ്കിലും ഒരു മാർഗം വേണ്ടേ? ഉള്ളിൽ ആ മറ്റേ പല്ലിന്റെ റൂട്ടിലായിരിക്കുമല്ലോ ഇൻഫെക്ഷൻ വന്ന് കെട്ടിക്കിടക്കാം. അപ്പൊ അവിടെ നിന്ന് അങ്ങനെ പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയൊരു കുമിള പോലെ, അവിടെ ആബ്സസ് എന്ന് പറയും, അങ്ങനെ ഒരു കുമിള പോലെ വരും. അതാണ് ഈ ചുവന്ന കളറുള്ള ഒരു ബബിള് പോലെയാണെന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. നല്ല പല്ല് ഇൻഫെക്റ്റഡ് ആവുമ്പോൾ അവിടെ ഒരു ബബിള് പോലെ വരും. അപ്പോൾ ഈ ഒരു കേസസിൽ നിങ്ങൾ ഉറപ്പിച്ചോ ഒന്നെങ്കിൽ റൂട്ട് കനാൽ അല്ലെങ്കിൽ പല്ലെടുക്കാം, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ 2 to 3 സിറ്റിങ്സ് വേണ്ടി വരും. 2-3 പ്രാവശ്യം ഡോക്ടറിന്റെ അടുത്ത് കാണിക്കേണ്ടി വരും. പിന്നെ ഈ പല്ലിന് ക്യാപ്പും ഇടണം. അപ്പോൾ ഇത്രയും റൂട്ട് കനാലിന്റെ ഈ ക്യാപ്പിന്റെ കോസ്റ്റ് കൂടി അറൗണ്ട് ഒരു 4000 റുപ്പീസ് വരാനുള്ള ചാൻസ് ഉണ്ട് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റിന്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ആണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ പല്ലെടുക്കണം. പല്ലെടുത്താൽ അറൗണ്ട് ഒരു 500 റുപ്പീസ് ഒക്കെ വരുള്ളൂ പല്ലെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതല്ല പ്രശ്നം. പല്ലെടുത്ത് കഴിഞ്ഞാൽ പല്ല് വെക്കണ്ടേ? പല്ല് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ കോൺഫിഡൻസിന് എഫക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ചിലപ്പം അവിടെ പല്ലില്ല, അപ്പോൾ ചിരിക്കുമ്പോൾ ഒക്കെ ഒരു ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആ ഭാഗത്തേക്ക് നമ്മൾ ഭക്ഷണം കഴിക്കില്ല, പല്ലില്ലല്ലോ, പിന്നെ എങ്ങനെ ഭക്ഷണം കഴിക്കുക ആ ഭാഗത്തോടെ. അപ്പോൾ മറ്റേ ഭാഗത്തേക്ക് ഇഫ് ഫോർ എക്സാമ്പിൾ ഈ സൈഡിൽ പല്ലില്ല, അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങും. അപ്പോൾ ഇതിങ്ങനെ ഹാബിറ്റ് ആകുമ്പോൾ ഒരു 2-3 മാസം കഴിയുമ്പോൾ ഇതിങ്ങനെ ഒരു പണി ചെയ്യാണ്ട് ഈ ഭാഗം ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ ഈ ഭാഗത്തെ ജോ പ്രശ്നം വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ജോ പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ താഴത്തെ പല്ലാണ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ മേലത്തെ പല്ല് താഴോട്ട് ഇറങ്ങി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് പല്ല് വെച്ചില്ല എന്നുണ്ടെങ്കിൽ. ഇനി ഈ ഒരു സ്റ്റേജിലും നിങ്ങൾ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം.
ഞാൻ ഇവിടെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. നമുക്ക് ലൂഡ്വിഗ്സ് ആൻജൈന എന്ന കണ്ടീഷൻ വരെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. എന്ന് വെച്ചാൽ ഈ ഇൻഫെക്ഷൻ ഇവിടെ സ്പ്രെഡായി അത് പോകാൻ ഒരു മാർഗവും ഇല്ല. നമ്മൾ അതിന്റെ കോസും എടുത്ത് മാറ്റുന്നില്ല. ആ പല്ല് ആ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ കൂടി അങ്ങനെ നിറഞ്ഞു കവിഞ്ഞിരിക്കുക അവിടെ. അപ്പൊ അതിന്റെ ആ ഇൻഫെക്ഷനും പസും എല്ലാം കൂടി അവിടെ നിറഞ്ഞ് നമുക്ക് ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആയിട്ട് ഈ ഗംസിലും വന്നിട്ട് ഈ ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ വീക്കം വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പം ആ ലെവലിൽ ഭയങ്കര സീരിയസ് ആയിട്ട് ചിലപ്പോൾ നമുക്ക് ശ്വാസം മുട്ടലടക്കം വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഒബ്വിയസ്ലി നമുക്കറിയാം, എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് അടിക്കുക പനിയായിരിക്കും. നല്ല സിവിയർ പനി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഓറൽ സർജനെ തന്നെ നമ്മൾ കാണിക്കേണ്ടി വരും ആ ഒരു സമയത്ത്. അപ്പോൾ അവര് അതിന്റെ പസ് മൊത്തം നീക്കി ഒരു ചെറിയൊരു മൈനർ സർജറി ചെയ്യേണ്ടി വരും അതിൽ. അപ്പോൾ കോസ്റ്റ് എത്രയാവുന്ന നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ അല്ലേ. വളരെ ചെറിയൊരു എമൗണ്ടിൽ, ചെറിയൊരു റേറ്റിൽ ആ ആദ്യത്തെ ആ ഹോള് കാണുമ്പോൾ നിങ്ങൾ അന്ന് അടച്ചിരുന്നെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് ഇത്രയും വരില്ലായിരുന്നു നിങ്ങൾക്ക്, ഇത്രയും സമയം പോയില്ലായിരുന്നു നിങ്ങൾക്ക്. ആദ്യത്തെ ആ ഒരു ഫില്ലിങ്ങിന് ചിലപ്പം 10 minutes നിങ്ങൾക്ക് വേണ്ടു. അതും 800 rupees, മേ ബി അറൌണ്ട് ദാറ്റ് 1000 rupees താഴെയായിരിക്കും എന്തൊക്കെ പറഞ്ഞാലും. ഈ വേറൊരു ഇമ്പോർട്ടൻറ്റ് നോട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ പ്രഗ്നൻസി ഒക്കെ പ്ലാൻ ചെയ്യുന്ന ലേഡീസ് ആണെങ്കിൽ അതിൻ്റെ മുന്നേ തന്നെ ജസ്റ്റ് ഒരു ഡെന്റിസ്റ്റിനെ കാണിച്ചിട്ട് എന്തെങ്കിലും പല്ലിന് ഫില്ലിങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പല്ലിന് വേദന വന്നിട്ടായിരിക്കുമല്ലോ എന്തായാലും പ്രഗ്നൻസി ടൈമിൽ ഡെന്റിസ്റ്റിനെ കാണിക്കാൻ പോകുന്നുണ്ടെങ്കിൽ പോവുക. അപ്പോൾ ആ സമയത്തേക്ക് നിങ്ങൾ ഈ ഇപ്പോൾ ഒരു വേദന വരുവാണെങ്കിൽ എന്തായാലും ഡോക്ടർ അപ്പം തന്നെ പല്ലെടുക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല. ഒരു 3 ദിവസത്തേക്ക് ആ ഒരു ആൻറ്റിബയോട്ടിക്സും പെയിൻ കില്ലറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നു കഴിഞ്ഞിട്ട് വേദന ഒന്ന് കുറച്ചിട്ട് മാത്രമേ അതിൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് തുടങ്ങുള്ളൂ. കാര്യം എന്താ വെച്ചാൽ വേദന കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അനസ്തേഷ്യ കുത്തുമല്ലോ. ഈ പല്ല് എടുക്കാനാണെങ്കിലും എന്ത് ചെയ്യാനാണെങ്കിലും അനസ്തേഷ്യ കുത്തുമ്പോൾ ഈ വേദന ഉള്ള സ്ഥിതിക്ക് അനസ്തേഷ്യ വർക്കാവില്ല. അപ്പം നിങ്ങൾക്ക് തരിക്കില്ല ആ ഭാഗത്തേക്ക്. അതുകൊണ്ടാണ് ആദ്യത്തെ 3 ദിവസം മരുന്ന് തന്നിട്ട് പിന്നെ ഡോക്ടറെ കാണാൻ പറയുന്നത്. അപ്പോൾ വെറുതെ ഈ ഒരു പ്രഗ്നൻസി സമയത്ത് അല്ലെങ്കിൽ കുറേ സ്ട്രെസ്സൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സമയത്ത് വെറുതെ ഇങ്ങനത്തെ ഒരു സ്ട്രെസ് നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മൾ യൂഷ്വലി റെക്കമെൻഡ് ചെയ്യാറില്ല ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റും പല്ലെടുക്കലും ഒക്കെ. എന്ന് വെച്ചാൽ അതൊക്കെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും. എന്ന് വെച്ചാൽ ആ ഡെന്റൽ ചെയറിൽ നിങ്ങൾ കുറേ നേരം നിൽക്കണം. അങ്ങനെ മരുന്നിനോട് എന്തെങ്കിലുമൊക്കെ അലർജി ഉണ്ടെങ്കിൽ വേറെ ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ മാക്സിമം ആ ഒരു പ്രഗ്നൻസി ടൈമിൽ മാക്സിമം മറ്റേ പല്ലൊക്കെ ആണെങ്കിൽ നല്ല വൃത്തിയിൽ സൂക്ഷിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു സംശയമാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ബൈ.